അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി രണ്ടാം വാല്യം പേജ് 10 തുടർച്ച. വഫി സിഗാരി, ചെറിയ മൃഗങ്ങളിൽ സക്കാത്തിലായി പിടിക്കപ്പെടും സഗീറത്തുൻ, ചെറിയ മൃഗത്തിന്. ഫിൽ ജദീദി, ഇമാമുൻ ഷാഫി റളിയല്ലാഹുവിൻ്റെ ജദീദായ കൗല് പ്രകാരം സഗീറത്തിനെ പിടിക്കപ്പെടും. അപ്പോൾ ഒരു കൊല്ലം തികഞ്ഞെങ്കിലല്ലേ സക്കാത്ത് നിർബന്ധമുള്ള മൃഗത്തിൽ, പിന്നെ എങ്ങനെ സഗീറത്ത് ഉണ്ടാകുക എന്നൊരു സംശയം വരെ. ഈ ഉദാഹരണം പറയാം. എങ്ങനെയാണ് ഈ മൃഗത്തിൽ സഗീറത്ത് ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണം? അത് മാത്തത്തിൽ ഉമ്മഹാത്തു, മാതാക്കളായ മൃഗങ്ങളൊക്കെ മരണപ്പെട്ടു പോകും പോലെ, അൻഹ, ഈ ചെറിയ കുട്ടികളെ തൊട്ട്, ഇനസലാസി, ആട്, മാട്, ഒട്ടകം, ഈ മൂന്നറ്റത്തിൽ നിന്നും ഉമ്മമാർ ചത്തുപോകും പോലെ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ഫൈബിന ഹൗരുഹ, അപ്പോൾ ഈ കുട്ടികളുടെ വർഷത്തിന് എടുക്കപ്പെടുക, അല്ലെ ഹൗരിഹ, ഉമ്മമാരുടെ വർഷത്തിൻ്റെ മേലാണ്. അപ്പോൾ ഉമ്മമാർക്ക് 11 മാസമായപ്പോഴാണ് മരിച്ചത്. അപ്പോൾ കുട്ടിക്കൊരു മാസമായിട്ടേ ഉള്ളൂ എങ്കിലും ഈ 11 മാസത്തിലേക്ക് ഒരു മാസത്തിലേക്ക് കൂട്ടി 12 മാസമായിട്ട് കൂട്ടും. ഒരു മാസം ആകുമ്പോഴത്തേങ്ങനെ കൊല്ലം ചെയ്യപ്പോൾ മാസം എത്തിയ സംഭവം ഇൻഷാല്ല 13-13 പേജിൽ വരുന്നത് പോലെ. വൽ ഖദീമു, ഇതിപ്പോൾ ജദീദായ കൗലാണ് സഗീറത്തിനെ പിടിക്കുന്നത്. ആ ഖദീമായ കൗലാകുന്ന ലാ യുഖ്ദു അൻഹ, എല്ലാം സഗീറത്താണെങ്കിൽ അവിടെ ആ സഗീറത്തിനെ തൊട്ട് പിടിക്കപ്പെടുകയില്ല. കബീറത്തിന് കബീറത്തിൻ്റെ. അപ്പോൾ എന്താക്കണം? പുറത്തുനിന്ന് ഒരു ആടിനോ ഒരു പ്രായത്തീനോ പൈസ എടുത്ത് വാങ്ങേണ്ടി വരും. ലാക്കിൻ, അപ്പോൾ അങ്ങനെ കബീറത്തിനെ എടുക്കപ്പെടുമെങ്കിലും ഖദീമാർ പറഞ്ഞത് ദൂനൽ കബീറത്തിൽ മഹൂദത്തിൽ കിബാരി, വലിയ കബീറത്തിനെ തൊട്ട്, വലിയ മൃഗങ്ങളെ തൊട്ട് പിടിക്കപ്പെടുന്ന കബീറത്തിനേക്കാൾ താഴെയായിരിക്കും. വിഷയത്തിൽ താഴെ ഖീമത്തി വിലയിൽ. അപ്പോൾ 36 ചെറിയ ഒട്ടകക്കുട്ടികളുണ്ട്. ഒറ്റക്കൊന്നും പിടിക്കുന്നതിനേക്കാൾ കുറച്ച് വില കുറഞ്ഞതായിരിക്കും 25,000 പിടിക്കുന്നത് നടത്തും. ഉക്കിയൽ ഖിലാഫു, ഇവിടെ സഗീറത്തിനെ പിടിക്കുകയോ ഖിലാഫിനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വജ്ഹൈനി, 2 വജ്ഹായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അയ്യുള്ള ഇവിടെ മിൻഹാജുൽ കൗലായിട്ടാണല്ലോ, ജദീദും ഖദീമായ കൗലായിട്ടാണ് ഇക്കാദ്യപ്പെട്ടത്. എന്നമാതിരി അസ്വാബിൻ്റെ വജ്ഹായിട്ടും ഇക്കാദ്യപ്പെട്ടിട്ടുണ്ട്. വാനൽ അവലി, എന്നാൽ സഗീറത്തിനെ പിടിക്കുമെന്ന ജദീദ് പ്രകാരം യജ്തഹിദു സായി, സക്കാത്ത് പിരിക്കാൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥൻ ഗവേഷണം ചെയ്യണം. ഫി ഗൈരിൽ ഗനമി, ആടല്ലാത്തതിൽ, ഒട്ടകം, പശു, അതിലൊക്കെയാണല്ലോ പ്രശ്നം. ആട് പിന്നെ പ്രശ്നമില്ല. ആടിൽ പിന്നെ വയസ്സിൻ്റെ പ്രശ്നമില്ല. ആട് 40 ആടുണ്ടെങ്കിൽ ഒരാട്, 121 ഉണ്ടെങ്കിൽ 2 ആട്, 201 ഉണ്ടെങ്കിൽ 3 ആട്, 400 ഉണ്ടെങ്കിൽ 4 ആട്, ഇങ്ങനെ എണ്ണം കൂടി പോകുന്നുള്ളൂ. അവിടെ പിന്നെ ഈ വയസ്സിന് വ്യത്യാസമില്ല. ഒട്ടകത്തിലൊക്കെയാണ് 1 വയസ്സായത്, 2 വയസ്സായത്, 3 വയസ്സായത്. അതിന് പശുവിലുണ്ട് 1 വയസ്സായത്, 2 വയസ്സായതെന്നൊക്കെ. അപ്പോൾ കൊണ്ട് ആടല്ലാത്തതിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആടിൽ എണ്ണാണ്ടോ നോക്കുക. എന്നിട്ടോ വയഹത്തിരി സുവാ സായി, ആ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കുകയും വേണം. തസ്വിയത്തി, സമമാക്കലിനെ തൊട്ട്, ബൈനൽ ഖലീലി വൽ കത്തീരി, അധികരിച്ചതിൻ്റെയും കുറഞ്ഞതിന്. അപ്പോൾ 25 ഒട്ടകക്കാരൻ്റെയൊക്കെ പിടിക്കുന്നത് 5000 തന്നെ ആകരുത് 36 പിടിക്കുന്നത്. അതിൽ കുറച്ച് മാറ്റം വരുത്തണം വിലയിൽ. അപ്പം അങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ള പ്രകാരം ഫയഹുദു, ഈ സായി എടുക്കണം. ഫീ സിത്തിം വസലാസീന ഫസീല, 36 ഒട്ടകക്കുട്ടിയുള്ളതായിരിക്കുന്ന മുതലാളിൻ്റെയൊക്കെ എടുക്കണം. 36 ഫൗക്കൽ മൗഹുദി ഫി 50 വയസ്സിന, 25 ഒട്ടകക്കുട്ടിയുള്ളവൻ്റെയൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ച് മേലുള്ളത് എടുക്കണം. ഫി സിത്തിം വാർബൈന, എന്നാൽ 46 ഒട്ടക കുഞ്ഞുങ്ങളിൽ എടുക്കണം. ഫൗക്കൽ മൗഹുദി ഫി സിത്തിം വസലാസീന, 36 ഒട്ടകത്തിലെടുക്കുന്നതിനേക്കാൾ കുറച്ച് വില കൂടിയത് എടുക്കണം. വാല ഹാദൽ ഖിയാസു, ഇതിൻ്റെ മേലാണ് മറ്റുള്ളതിൻ്റെ ഖിയാസ്. 46 എടുക്കുന്നതിനേക്കാൾ കുറച്ച് വലുതെടുക്കണം. 61 അങ്ങനെ പോകും. വലവി അങ്കസമത്തിൽ മാഷിയത്തു, ഇനി ഇവൻ്റെ മൃഗങ്ങൾ ഓരി ശ്രദ്ധിച്ചാൽ ഇലാ സിഹാരിൻ വക്കിബാരിൻ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ് ഫുള്ള് ചെറുതാവുമ്പോഴായിരുന്നു, ഇതല്ല, കുറച്ചൊക്കെ വലുതും ഉണ്ട് എങ്കിൽ ഫഖിയാസുമാ തഖദ്ദമ. എന്നാൽ സിഹാഹ്, മരീദ്, ഇങ്ങനത്തെയിലേക്ക് ഊരിയാകുന്നതിനെ പറ്റി പറഞ്ഞിടത്തുള്ള ഖിയാസാകുന്നത് വജൂബ് കബീറത്തിൻ, അവിടെ സഹീ കൊടുക്കണം എന്നായിരുന്നല്ലോ. അപ്പോൾ പ്രകാരം ഇവിടെ ഒരു കബീറത്ത്, വജൂബ് കബീറത്തിൻ, കബീറത്ത് കൊടുക്കണം. ഫിൽ ജദീദ്, ജദീദ് പ്രകാരം. ഫിൽ ഖദീമി, എന്നാൽ ഖദീം പ്രകാരം, കാരണം അക്സർ അതിൽ ഫിൽ ഖദീം, ഖദീം പ്രകാരം അങ്ങനെയല്ല. തൂഖദു കബീർ, കബീറത്തിനെ തന്നെ എടുക്കേണ്ടത്. പക്ഷേ ബിൽ ഖിസ്തി, തോത് നോക്കിയിട്ട്, രണ്ടിനെയും വില നോക്കിയിട്ട് എൻ്റെ അനുപാതം അനുസരിച്ച് കൊണ്ട് കൊടുക്കേണ്ടി വരും. വലാ തൂഖദു, സക്കാത്തായിട്ട് എടുക്കുമ്പോൾ പിടിക്കപ്പെടാൻ പാടില്ല. റുബ, അടുത്ത് പ്രസവിച്ചതിന് എടുക്കാൻ പാടില്ല.
വാക്കൂലത്തിന് തിന്നാൻ വേണ്ടി പ്രത്യേകം ഓമനിച്ച് വളർത്തപ്പെടുന്നതിന് എടുക്കാൻ പറ്റൂല. വാക്കൂലത്തിന് വഹുവാൻ ഈ റുബ്ബ ആക്കൂലത്തെന്ന് പറഞ്ഞാൽ കമാഫിൽ മുഹറരി വഗൈരിഹി മുഹറിനും ഗൈറിലും ഒക്കെ ഉള്ള മാതിരി റുബ്ബ ആക്കൂലത്തിൻ്റെ ഉദ്ദേശമാകുന്നത് അൽ ഹദീസത്തുൽ ലഹദി ബിൻ നിത്താജി വൽ മുസമ്മനത്തുൽ അഖിലി എന്നാണ്. അൽ ഹദീസത്തുൽ ലഹദി ബിൻ നിത്താജി എന്നാണ് റുബ്ബൻ്റെ അർത്ഥം, അടുത്ത് പ്രസവിച്ചത്. പിന്നെ അക്കൂലത്തിൻ്റെ അർത്ഥം മുസമ്മനത്തുൽ അഖിലി, തിന്നാൻ വേണ്ടി അറക്കാൻ വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് ഓക്കെയും പിണ്ണാക്കോ കൊടുത്ത് പ്രത്യേകം പോറ്റി വളർത്തപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമാണ്. ഹാമിലുൻ ഗർഭിണിനെയും എടുക്കാൻ പറ്റൂല. ഖിയാറുൻ മുന്തിയനെയും എടുക്കാൻ പറ്റില്ല. മൃഗത്തിൻ്റെ കൂടുതൽ വലിയ ടോപ്പ് സൈസുകൾ അങ്ങനത്തെ എടുക്കാൻ പറ്റൂല. ഇല്ലാ ബിഇദ്നിൽ മാലിക്കി, ഇതൊക്കെ എടുക്കണമെങ്കിൽ മാലിക്കിൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. എന്തുകൊണ്ട് മാലിക്ക് തൃപ്തിപ്പെടണം? ഇതാരിക്ക ഈ റുബ്ബ അക്കൂലത്ത് ഹാമില് ഖിയാറിനൊക്കെ എടുക്കലുകൊണ്ട് തൃപ്തി ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ റുബ്ബ അടുത്ത് പ്രസവിച്ചത് നടത്തുന്ന റുബ്ബയാകുന്നത് യുത്ലഖു അലൈഹ, ആ റുബ്ബൻ്റെ മേൽ പറയപ്പെടാറുണ്ട് ഇസ്മു റുബ്ബ അടുത്ത് പറ്റത് എന്നുള്ള പേര് പറയപ്പെടും. കാലൽ നസരിയു, ലോകത്തിൻ്റെ പണ്ഡിതനായ നസരിമാൻ പറയുകയാണെങ്കിൽ പരിധി ഇലാ ഹംസത്താശ്രയുമാ മിൻബിലാദ്യാന, പ്രസവിച്ചിട്ട് 15 ദിവസം വരെയാണ് റുബ്ബ എന്നുള്ള പേര് പറയാമെന്നാണ് റുബ്ബ എന്നുള്ള പേര് പറയാമെന്നാണ് അസരിമാൻ പറയുന്നത്. വൽ ജൗഹരി എന്ന ലോകത്തിൻ്റെ മറ്റൊരു പണ്ഡിതനാകുന്ന ജൗഹരിമാൻ പറഞ്ഞു അനിൽ അമബി എന്നിവരത്തോടെ നക്കലായിട്ട് പറഞ്ഞു ഇലാ ഷഹറീനി, പ്രസവിച്ച് 2 മാസം വരെ റുബ്ബ എന്ന് പറയുന്നു. അപ്പോൾ അവരെടുക്കാൻ പറ്റില്ല എന്ന് വരും 2 വയസ്സിന് മുമ്പ്. വഹക്ക ജൗഹരിമാം ഉദ്ധരിച്ചിട്ടുണ്ട് ഖിലാഫൻ, ഒരു ഖിലാഫിന് ഉദ്ധരിച്ചിട്ടുണ്ട് ഫി അന്നഹ, നിശ്ചയമായിട്ടും ഈ റുബ്ബ എന്നുള്ളതായിരിക്കുന്ന മൃഗമാകുന്നത് എടുക്കാൻ പറ്റില്ല എന്നാണ്. റുബ്ബയാകുന്നത് തഖ്തസുബിൽ മഅസിയത്, കോലാടിനെ കൊണ്ട് പ്രത്യേകം, അതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഔത്തുലക്കുള്ള എൻ്റെ നെയ്യാട്ടിന് വേണ്ടും പറയപ്പെടുമോ ഏതൻ കോലാണ്ട് പറഞ്ഞതിന് മുമ്പ് എന്നൊരു ഖിലാഫിന് ഇക്കാര്യത്തിലുണ്ട്. കാല എന്നിട്ട് ജൗഹരിമാൻ പറഞ്ഞു വഖത്തുലക്കു എന്ന റുബ്ബ അടുത്ത് പറ്റുക എന്നുള്ള പ്രയോഗം ഉപയോഗിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ മേൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിനും പറയും പറ്റോടനെ റുബ്ബ എന്ന്. അപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് വരും. കാല ഖൈറുഹു എന്നാൽ ജൗഹരിമാം അല്ലാത്തവർ പറഞ്ഞു വൽ ബഖരി, പശുവിൻ്റെ മേലും റുബ്ബ എന്ന് പറയുമെന്ന്. ബലവിസ്തരക്ക അഹ്ലു സക്കാത്തി, ഇനി സക്കാത്തിൻ്റെ അഹ്ലുകാർ കൂറായാൽ ഫി മാഷിയത്തിൻ മൃഗത്തിൽ കൂറായി, നിസാബിൻ എന്നത് നിസാബിൽ കൂറായി, 5 ഒട്ടകം 30 പശു 40 ആട് ഇതൊക്കെയുള്ള നിസാബ്, അതിൽ കൂറായി. എങ്ങനെ കൂറായത്? ബിഷിറായി, 2 ആളോട് പൈസക്ക് വാങ്ങി 5 ഒട്ടകത്തിന്, അല്ലെങ്കിൽ 30 പശുവിന്, അല്ലെങ്കിൽ 40 ആടിന്, ഔ ഇർസിന്, അല്ലെങ്കിൽ ജ്യേഷ്ഠനും അഞ്ചനും കൂടി അന്തരായിട്ട് കിട്ടി പാപ്പൻ്റെ സ്വത്ത്, ഔ ഹൈ അല്ലെ ഇർസും ഷിറാവും അല്ലാത്ത ഹിബത്ത് കൂടിയോ മറ്റോ കൂറായി. എന്നാ സക്കയാ, ആ 2 പേരും സക്കാത്ത് കൊടുക്കണം. കറജുലിൻ വാഹിദിൻ, ഒരാൾ സക്കാത്ത്, ഒരാൾക്ക് 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാട് കൊടുക്കണമല്ലോ. എന്നാൽ 2 ആൾക്കും കൂടി 5 ഒട്ടകം ഉണ്ടെങ്കിൽ 2 ആളും കൂടി ഒരാട് കൊടുക്കണം. വക്കത, ഇങ്ങനെ മാഷ്യത്തിൽ കൂറാകയാൽ 2 ആളും കൂടി ഒരാളത് കൊടുക്കുന്ന മാതിരി തന്നെയാണ്. ഹലത്താ, 2 മാലിക്യങ്ങളും കൂടി കലർത്തി, മുജാവറത്തിൻ്റെ കലർത്തൽ, 2 ആളെയും കൂടി മൃഗത്തിനെ കലർത്തിക്കാൻ. ലാക്കിൻ, പക്ഷെ അങ്ങനെ കലർത്തിയാൽ 2 ആളും കൂടി ഒരാളെ സക്കാത്ത് കൊടുക്കണമെങ്കിലും അത് ഷർത്തിയല്ല. തത്തമയ്യസ മാഷിയത്തു അഹദിഹിമ, 2 മാലിക്കുന്നുള്ള ഒരാളെ മൃഗം വേർതിരിയാൻ പാടില്ല എന്നുള്ള ഷർത്തോടു കൂടിയാണ്. എന്തിനെ തൊട്ട് വേർതിരിയാൻ പാടില്ല? അമ്മാഷിയത്തിൽ ആഹരി, മറ്റേ ശരീക്കിൻ്റെ മൃഗത്തിനെ തൊട്ട് വേർതിരിയാൻ പാടില്ല. എന്തിൽ വേർതിരിയാൻ പാടില്ല? ഫിൽ മസ്രഹി, വിട്ടയക്കപ്പെടുന്ന സ്ഥലത്തിൽ. ഐ മൗലി സുർബി, എന്താ മസ്രഹിൻ്റെ അർത്ഥം? ഒന്ന് കുടിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നാണ്. എങ്ങനെ കുടിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിൽ വിട്ടുപിരിയാത്തതിൻ്റെ കോലം? ബിയന്തുസ്കാവിൻ മായും വാഹിദിൻ, എല്ലാ മൃഗത്തിനെയും ഒരേ വെള്ളത്തിൽ തന്നെ കുടിപ്പിക്കുക. ആ ഒരേ വെള്ളം എന്ന് പറഞ്ഞാൽ മിന്നഹിൻ, ഒന്നുകിൽ എല്ലാത്തിനെയും ഒരേ പുഴയൊന്നും കുടിപ്പിക്കപ്പെടുക. ഔ ഐനിൻ, അല്ലെങ്കിൽ ഒരേ ഉറവിടത്തു നിന്നും കുടിപ്പിക്കപ്പെടുക. ഔ ബീരിൻ, അല്ലെങ്കിൽ ഒരേ കിണർന്നും കുടിപ്പിക്കപ്പെടുക. ഔ ഹൗലിൻ, അല്ലെങ്കിൽ ഒരേ ടാങ്കിൽ നിന്നും കുടിപ്പിക്കപ്പെടുക. ഔ മിയാഹി മുത്താദിയത്തിൽ, അല്ലെങ്കിൽ എണ്ണമായ പല വെള്ളങ്ങൾ കുളത്തൊന്നും വരുന്നു. പക്ഷേ ഒന്നിന് ഇവൻ്റെ മൃഗത്തിന് ഒരു സ്ഥലം, മറ്റേ മൃഗത്തിന് വേറെ സ്ഥലം ഒന്നും ഉണ്ടാകാൻ പാടില്ല. 2 മൃഗത്തിന് ഒരേ വെള്ളത്തിൽ നിന്നാണ് കുടിപ്പിക്കുന്നത്. വൽ മസ്രഹി, ആ മഷ്റഹ് എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുന്ന സ്ഥലം എന്നാണ് മഷ്റഹ്. എന്നാൽ വൽ മസ്രഹി, അതുപോലെ വിട്ടയക്കുന്ന സ്ഥലം, അതിലും വേർതിരിയാൻ പാടില്ല. എങ്ങനത്തെ മസ്രഹ് വിട്ടയക്കുന്ന സ്ഥലമാണ്? അഷാമിൽ അത് മറ കൊടുക്കും, മേച്ചിൽ സ്ഥലം, അതും വിട്ടയക്കുന്ന സ്ഥലം തന്നെയാണല്ലോ.
അതിൽ മൗലിയിൽ ഇതിന് മസറീൻ്റെ വാക്കർത്ഥം പറയുകയാണ്. അവരിൽ മൗലിയില്ലതി ഒരു സ്ഥലത്തിൽ വേർതിരിയാൻ പാടില്ല. എങ്ങനത്തെ സ്ഥലമാണ്? തുസ്രഹു മൃഗത്തിനെ തെളിച്ചാക്കപ്പെടും. ഇലയ്യ സ്ഥലത്തിലേക്ക്, രാത്രി ഉറങ്ങുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ആക്കുന്ന സ്ഥലം, തെളിച്ചാക്കപ്പെടുന്ന സ്ഥലം. എന്തിനാ അങ്ങനെ അങ്ങോട്ട് തെളിക്കപ്പെടുന്നത്? ഇല്ലി തെജത്തമിയ ആ സ്ഥലത്തെല്ലാം കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടി, തുസാക്കാന്നിൻ്റെ എല്ലാத்தைയും തെളിച്ചു കൊണ്ടുപോകപ്പെടാൻ വേണ്ടിയും, ഇല്ല മറ മേച്ചിൽ സ്ഥലത്തേക്ക് തെളിച്ചുകൊണ്ടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ആക്കും. അങ്ങനെ സ്ഥലം. ബൽ മൗലി അത് അയാൾ മൗലിയില്ലതി എൻ്റെ വിലത്ത് അതിൻ്റെ ഒരു സ്ഥലമാണ് മസറുകൊണ്ട് ഉദ്ദേശം. അല്ലതി എങ്ങനത്തെ സ്ഥലമാണ്? തുർആഫിഹി മൃഗത്തിൻ്റെ ആ സ്ഥലത്ത് വെച്ച് മേയ്ക്കപ്പെടും. അപ്പം അതിനെപ്പറ്റി ഇതാ മസറിൻ്റെ അർത്ഥം വിട്ടയക്കപ്പെടുന്നതില്ല. അങ്ങനെ മേസ്റ്റേഴ്സിനെ പറ്റി ഉപയോഗിക്കാൻ കാരണം എന്നഹ കാരണം ഈ മൃഗങ്ങളാകുന്നത് സർഹത്തുൻ അതിനെ വിട്ടയക്കപ്പെടുന്നതാണല്ലോ ഇലൈഹിമ ഈ മേച്ചിൽ സ്ഥലത്തിലേക്കും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതായിരിക്കുന്ന മൗലിയുല്ലതി തസ്റൂഫി എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്തേക്കൊക്കെ. കമാക്കാൽ റാഫിയും പറഞ്ഞ പോലെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ മസ്റഹ് എന്നുകൊണ്ട് ഉദ്ദേശം നമ്മൾ മർഅനെയും കൂടി പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ തെവീൽ ചെയ്തിരിക്കുകയാണ്. ഈ എന്നാ മുസറഹത്തുൻ ഇലിയ എന്നൊക്കെ. എന്നാൽ മഹ്ലിമാൻ പറയുകയാണ് വലുക്കാൽ മുസന്നിഫൂടെ നേവ്യാമങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ വൽ മസ്റഹി വൽ മർആ എന്ന് മസ്റഹിൻ്റെ മേൽ അത്ഫാക്കി മർഅനെയും കൂടി പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ കമാഫി അസ്ലിർ റൗദത്തി വഖൈരിഹ അസ്ലിർ റൗദയിലും ഖൈറിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. മസ്റഹിമേൽ നിർത്താതെ വൽ മസ്റഹി വൽ മർആ തന്നെ പറഞ്ഞിരിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ കാന ഔളഹ അത് കാര്യം കൂടുതൽ സ്പഷ്ടമാകുമായിരുന്നു. നമ്മൾ ചെയ്ത മാതിരി തെവീതൊന്നും ചെയ്ത് ഒപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. വൽ മുറാഹി അതുപോലെ രാത്രി അഭയം സ്ഥാപിക്കാൻ എന്തിനു കൂടി ഉറങ്ങാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലം ഉണ്ടല്ലോ, അതിലും വേർതിരിയാൻ പാടില്ല. ഒരുത്തൻ്റെ മൃഗത്തിനൊരു സ്ഥലം മറ്റവൻ്റെ മൃഗത്തിന് വേറെ സ്ഥലം അങ്ങനെ ആകാൻ പാടില്ല. രണ്ടും ഒരേ സ്ഥലത്താവണം. ലമ്മിൽ മീമിന് ലമ്മുകൊണ്ട് മുറാഹ് എന്നാണ് വായിക്കാം. ഐ മധുവാഹാലില്ല രാത്രി മൃഗങ്ങൾ അഭയം പ്രാപിക്കുന്ന സ്ഥലം എന്നാണ് വാക്കർത്ഥം. അപ്പോൾ മൗലിയിൽ ഹലബി കറക്കുന്ന സ്ഥലത്തിലും വേർതിരിയാൻ പാടില്ല. എൻ്റെ മൃഗത്തിന് എവിടെ നിന്നാണ് കറക്കുന്നത് അവിടെ തന്നെയാണ് മറ്റവൻ്റെ മൃഗത്തിനെയും കറക്കുന്നത്. മസ്തറുൻ ഹലബ് എന്നുള്ളത് മസ്തറാണ്. അപ്പം കറക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ഹുക്കിയ സുക്കൂനുഹ അതിന് ലാമിന് സുക്കൂനുണ്ട്. ഹൽബ് എന്നും ഇക്കാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹുവ ഏതാണ് ഈ മൗലിയുൽ ഹൽബ് എന്ന് പറഞ്ഞാൽ അൽ മഹലബു ഈ ഫത്തിൽ മീമിന് ഫത്ത് കൊണ്ടായിരിക്കുന്ന മഹലബ് ഹൽബിൻ്റെ സ്ഥലം എന്നാണ്. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.